മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് സുപ്രീം കോടതിയിൽ ശബരിമലയിലെ ആചാരങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അതായത് യുവതീ പ്രവേശന വിഷയത്തിൽ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡ് മാറുന്നു എന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങയുടെ ഒരു നിലപാട് എന്താണ് അക്കാര്യത്തിൽ? അല്ല, അതങ്ങനെ നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. അതിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ കാലത്ത് അങ്ങനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കൊടുത്ത അഫിഡവിറ്റാണ്. കാരണം രണ്ടാമത് ഞങ്ങൾ കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അന്ന് നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ടല്ലോ എന്നുള്ള ഒരു നിലയാണ് അന്ന് സ്വീകരിക്കപ്പെട്ടത്. ഞാൻ ഇന്നലെ ഈ പ്രശ്നം കേട്ടപ്പോൾ തന്നെ വിളിച്ചന്വേഷിച്ചിരുന്നു. നമ്മളന്ന് അവസാന ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ ഞങ്ങളപ്പോൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് സാവകാശം ഉണ്ടാവണം. കാരണം ഇതുപോലൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു വിധി അടിച്ചേൽപ്പിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സാവകാശ ഹർജിയാണ് ഞങ്ങളന്ന് സമർപ്പിച്ചത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുതിയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ പ്ലാറ്റിനം ജൂബിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. പരിപാടി വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ലോകത്താകമാനം ഉള്ള ഭക്തജനങ്ങളും ശബരിമല ഭക്തരുമായിട്ടുള്ള ആളുകളുടെ സഹായം തീർച്ചയായിട്ടും ശബരിമലയ്ക്ക് കഴിഞ്ഞ കാലത്ത് ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ കാര്യം, അത് സുപ്രീം കോടതിയിൽ കൃത്യമായും ശബരിമലയിലെ ആചാരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് അങ്ങനെയായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്? അതെ, അത് അന്നത്തെ കാലത്ത്, അതായത് സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കണം എന്നുള്ള രൂപത്തിലാണല്ലോ നേരത്തെ വന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ഇപ്പം കവനന്റ് പ്രകാരമാണല്ലോ ദേവസ്വം ബോർഡും പിന്നെ ഗവൺമെന്റും ഒക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ അയ്യപ്പ സംഗമം നടത്തുന്നതും അതിൽ ഗവൺമെന്റിന് അധികാരം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദഗതിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. നടത്തട്ടെ. ഒരു ഗവൺമെന്റ് ശബരിമലയെ സഹായിക്കാൻ മുമ്പോട്ട് വന്നാൽ അത് വേണ്ടാന്ന് പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം എൻ്റെ കാലത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പണം അവിടേക്ക് അനുവദിച്ചത്. ഞങ്ങളുടെ കാലത്ത് ആഗ്രഹിച്ചതാണ്. ആ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ പമ്പയിലെ പാലത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചാണ്. മുഖ്യമന്ത്രി വെച്ച പ്രപ്പോസലാണ്. കാരണം എത്ര വെള്ളപ്പൊക്കം വന്നാലും ശബരിമലയ്ക്ക് ആൾക്കാർക്ക് പോകാൻ കഴിയത്തക്ക രൂപത്തിലുള്ള സംവിധാനം ഒരുക്കണം. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ വിശ്വാസികളും ചില ആൾക്കാരെല്ലാം ഇതിനെ എതിർക്കുന്നവരും എന്നുള്ള ബോധം, ഇത് ശബരിമലയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ ഗവൺമെന്റും തയ്യാറാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാടിനോട് മനസ്സുകൊണ്ടെങ്കിൽ അങ്ങേക്കൊരു എതിർപ്പുണ്ടായിരുന്നുവെന്ന്? അങ്ങനെ ഒരു വ്യക്തിപരമായ എതിർപ്പിന്റെയും അനുകൂലത്തിന്റെയും പ്രശ്നമല്ലല്ലോ. സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ കേസ് പോയതാരാണ്? CPMന്റെ ആരും പോയിട്ടില്ല. യുവതികൾക്ക് ശബരിമല പ്രവേശനം വേണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ആരാണെന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരാൾ പോലും അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല. അന്ന് വലിയ പ്രമാദമായൊരു വർത്തമാനം എന്നുള്ള രൂപത്തിൽ വന്നത് എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീകളാരും പോകത്തില്ല എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ പത്രക്കാർ ചോദിച്ച സാഹചര്യത്തിൽ അന്നേരം ഞാൻ അങ്ങനെ ഒരു വാക്കെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും പോകാറില്ല എന്നുള്ള ഒരു സാധാരണ നിലയ്ക്കുള്ള സംസാരിച്ച് തന്നെയാണല്ലോ ഒന്ന് വളച്ചൊടിച്ചിട്ട് വേറെ വർത്തമാനങ്ങൾ വന്നത്. ഇതൊക്കെ
വിശ്വാസത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന ചില ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം ഞങ്ങളൊക്കെ, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ശബരിമലയുമായിട്ടുള്ള പ്രശ്നത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാട് എങ്ങനെ ശബരിമലയെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണെന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുറ്റവും അന്ന് സ്ത്രീകൾ കയറിയതിന് മുഴുവൻ കുറ്റവും പിണറായി വിജയന്റെ തലയിൽ വെച്ച് കെട്ടുന്ന ഏർപ്പാടാണല്ലോ. അദ്ദേഹം അങ്ങനെയൊന്നും ഇടപെട്ട ആളല്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാണ് അക്കാര്യങ്ങൾ മാത്രമാണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നുണപ്രചരണങ്ങൾ നടത്തിയിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ള രീതിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആ രീതി ഇവിടെ നടക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. ഇപ്പൊ NSSഉം SNDP യോഗവും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. മറ്റ് പല സംഘടനകളും ആ നിലയ്ക്ക് തന്നെ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് NSS അങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ആരാധ്യനായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ, അദ്ദേഹം എത്ര പ്രായമുള്ള ആളാണ്. അദ്ദേഹം എത്രയോ കാലമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ പെരുന്നേ താമസിക്കുന്ന ആളാണ്. ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം കഴിഞ്ഞ 30 വർഷത്തിലധികമായി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തുമാത്രം ആത്മാർത്ഥമായിട്ടാണ് ആ സമുദായത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. NSS ആയാലും SNDP യോഗമായാലും അതിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനായാലും ശ്രീ സുകുമാരൻ നായർ ആയാലും ഇവരെല്ലാം അവരുടെ ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. എത്ര മോശമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അവരെപ്പറ്റി തെറി വിളിക്കുന്നത്. അതും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ്. അതൊരു നല്ല മനോഭാവമല്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ എത്ര പ്രായമുള്ളവരാണെങ്കിലും ഗുരുസ്ഥാനീയരാണെങ്കിലും അവരെ കൊല്ലണമെന്നുള്ള ഒരു മനോഭാവം, അതിന്റെ ബഹിർസ്ഫുരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയും SNDP യോഗം ജനറൽ സെക്രട്ടറിയും വളരെ ആരാധ്യരായ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ്. അവരെ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അപഹസിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ രാഷ്ട്രീയം ഇവിടെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ യുവതി പ്രവേശനം വേണ്ട എന്നാണ് നമുക്ക് പരോക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങയുടെ നിലപാടും അത് തന്നെയാണോ? അല്ല, ഇത് ഈ ഓരോരുത്തരും കാണുന്നത് പലതും വ്യക്തിനിഷ്ഠമായിട്ടാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ നിലപാട്, പിണറായി വിജയന്റെ നിലപാട്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിലപാട്, പ്രശാന്തിന്റെ നിലപാട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശാന്തിന്റെയും പത്മകുമാറിന്റെയും ഒന്നും നിലപാടല്ലിത്. ഇത് പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നയത്തിന്റെ ഭാഗങ്ങളാണ്. ആ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായിട്ടേ ഞാനും നിന്നിട്ടുള്ളൂ, ഇപ്പോൾ പ്രശാന്ത് നിൽക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് അനന്തകുമാർ സാറും നിന്നിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇത് സർക്കാരിന്റെ ഒരു നയം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഞാൻ സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ നിലപാടുകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധകം. ഞങ്ങളാരും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരല്ല. എന്നുവെച്ചാൽ പക്ഷേ എന്താ, മുഖ്യമന്ത്രി എന്നോട് തന്നെ പറഞ്ഞിട്ട്, എന്നും പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടിലെ ചില ആളുകൾ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. എന്താ അദ്ദേഹം എന്നോട് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ പറഞ്ഞത്, അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഭരണഘടനാ പ്രകാരമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമോ ഈ ഭരണഘടനാപരമായിട്ടുള്ള സത്യപ്രതിജ്ഞയുണ്ട്. അതോടൊപ്പം ഞാൻ ഹൈന്ദവ വിശ്വാസിയാണെന്നും ഹൈന്ദവാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാൻ സംരക്ഷിച്ചുകൊള്ളാമെന്നൂടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചിരുന്നത് സഖാവ് പിണറായി വിജയനാണ്. അപ്പോൾ ഇത് വെറുതെ അങ്ങ് ആളുടെ മുഖം അങ്ങനെയാണ്, മറ്റേതിങ്ങനെയാണ്, വർത്തമാനം ഇങ്ങനെ, ഇത് പറഞ്ഞിട്ടാണ് ഈ വികാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊന്നും യാഥാർത്ഥ്യമല്ല. അവിടെ പിണറായി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ കാലത്ത് എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ.
ഞാനതിപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനൊക്കില്ല. പക്ഷേ ആരോപിക്കപ്പെടുന്ന പിണറായി വിജയനല്ല ശബരിമലയുടെ കാര്യത്തിൽ യഥാർത്ഥ പിണറായി വിജയൻ എന്ന് അന്നത്തെ കാലത്ത് പ്രസിഡന്റായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഞാൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, അതായത് സുപ്രീം കോടതി വിധി വന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി അത് പാലിക്കാൻ. അങ്ങനെയാണല്ലോ. അതിനു മുമ്പും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടല്ലോ. ആ കാലത്തൊന്നും ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവിടെ സ്ത്രീകൾ കാരണമൊന്നും വാശി പിടിച്ചിട്ടില്ലല്ലോ. ഇത് ഇപ്പം ആചാരാനുഷ്ഠാനങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിലനിന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ കാലത്തും അതേപോലെ തന്നെ നിലനിർത്തി പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആചാരാനുഷ്ഠാനത്തെപ്പറ്റി പറയുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ അതിനെതിരെ എന്നുള്ള രീതി. ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി പറയുന്നവർ ക്ഷേത്രത്തിൽ കയറാൻ തുടങ്ങിയ ആരുടെ കാരണം കൊണ്ടാ? ക്ഷേത്രത്തിൽ കയറി പിന്നെ ബ്രാഹ്മണരല്ലാത്തവർ മണിയടിച്ചാൽ അവരെ ഭ്രഷ്ട് കൽപ്പിക്കുന്നൊരു കാലഘട്ടത്തിൽ വൈക്കത്തമ്പലത്തിൽ മണിയടിച്ച് ദേവനെ തൊഴുതത് ഉത്സാവ് കൃഷ്ണപിള്ളയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം വളരെ പ്രസിദ്ധമാണല്ലോ. അന്നത്തെ പട്ടാളക്കാരായിട്ടുള്ള നായന്മാർ അവരമ്മിക്കല്ല് ചുവന്ന പട്ടിനകത്ത് പൊതിഞ്ഞുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ പുറത്തിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്റെ ഇടമുള്ള നായർ മണിയടിക്കും, എരനക്കി നായർ പുറത്തിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് പ്രസിദ്ധമാണ്. ഞാൻ ചോദിക്കുന്നത്, നായർ തൊട്ട് താഴോട്ട്, നായര്, ഈഴവ, പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങൾ, ഇവര് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ കയറാൻ തുടങ്ങിയത്? ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്താനാണെങ്കിൽ RSSലും BJPയിലും അതുപോലെ തന്നെയുള്ള പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഇവര് ക്ഷേത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു വയ്ക്കുമോ? അങ്ങനെയാണ് ഒഴിഞ്ഞു വയ്ക്കണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കണമെന്നാണ് ഇവർ വാദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എങ്ങനെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റും? പൊതു വഴിയിൽ കൂടെ എങ്ങനെ നടക്കാൻ പറ്റും? എത്ര അടി മാറി? 32 അടി മാറിയല്ലേ നടക്കാൻ പറ്റൂ ബ്രാഹ്മണന്റെ അടുക്കേന്ന് നായർക്ക്? നായരുടെ അടുക്കേന്ന് 32 അടി മാറിയല്ലേ ഈഴവർക്ക് നടക്കാൻ പറ്റൂ? അതിന് 32 അടി മാറിയല്ലേ പട്ടികജാതിക്കാർക്ക് നടക്കാൻ പറ്റൂ? അപ്പം ആചാരമനുഷ്ഠാനം എന്ന് പറയുന്നത് അവനവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ വളച്ചൊടിക്കാനും ഞങ്ങൾ കാണുന്നതാണ് ആചാരമെന്ന് പറയാനും അതൊരു നല്ല രീതിയല്ല. ഇവിടെ ഇപ്പം ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളെ സംബന്ധിച്ച് എന്നെ പഠിപ്പിക്കാൻ ചില ആൾക്കാർ വരും. എനിക്കിപ്പോൾ 65 വയസ്സ് 66 വയസ്സ് കഴിഞ്ഞു. ഞാൻ 66 വയസ്സ് കഴിഞ്ഞത് മാത്രമല്ല, ശബരിമല മേശാന്തിയായിരുന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ മകനാണ് ഞാൻ. 17 വർഷം അദ്ദേഹം ശബരിമല മേശാന്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് അയ്യപ്പന്റെ പടം ആദ്യമായിട്ട് വരച്ച പത്മനാഭപിള്ള. അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരിയാണ് ഹരിവരാസനം എഴുതിയത്. എന്റെ പിതാവ് 47 വർഷം ശബരിമല കോൺട്രാക്ടറായിരുന്നു. ഞാൻ 2 വർഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിലെ പള്ളിവേട്ടയുടെ അവകാശമുള്ള കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് ഞാൻ. ശബരിമലയായിട്ട് നമുക്ക് ആചാരം പഠിപ്പിക്കാൻ വന്നാൽ എങ്ങനെയിരിക്കും? അപ്പം അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഈ പറയുന്ന പ്രയോഗങ്ങളൊന്നും ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഉള്ളതല്ല. പിന്നെ ചില സംഘടനകൾക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങൾ തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ദേവസ്വം ബോർഡാണ് അത് നടത്തുന്നത്, സംസ്ഥാന സർക്കാർ അതിനുള്ള സഹായങ്ങളും പിന്തുണയും നൽകുന്നു എന്നത് മാത്രമാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടുമൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ട്. അങ്ങയുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് നടത്തുന്നതിന് എന്താ തെറ്റ്? അങ്ങനെയൊന്നും നടത്തിക്കഴിഞ്ഞാൽ അത് ശബരിമലയുടെ പ്രശസ്തി, ഇപ്പം ശബരിമലയ്ക്ക് ആരും പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അവിടെ പ്രശസ്തിയുണ്ട്. അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചത് നല്ല തീരുമാനമാണ്. സ്വാഭാവികമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിനെ അനുകൂലിക്കുമെന്നും അതിനെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഇപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അദ്ദേഹം പരിപൂർണമായിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ആണ് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കൈയെടുത്ത് തൊഴുതില്ല. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ലായിരുന്നു. ഇതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഭക്തൻ ക്ഷേത്രത്തിൽ തൊഴുന്നത് പോലെ നായരായിട്ടുള്ള ഭക്തൻ തൊഴുമോ? ഈഴവനായിട്ടുള്ള ഭക്തൻ തൊഴുമോ? അവരവർക്ക് അവരവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളും ഉണ്ടാവും.
അപ്പോൾ ഇതൊക്കെ ഓരോ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. അയ്യപ്പ ഭക്ത സംഗമം പ്ലാറ്റിനം ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതിനെ NSS SNDP ഒക്കെ അനുകൂലിച്ചിട്ടുണ്ട്. മറ്റ് ചില സംഘടനകളും അനുകൂലിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, ആ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചു എന്നുള്ളത് കൊണ്ട് പരിണിതപ്രജ്ഞരായ ശ്രീ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും പോലുള്ളവരെ അവരുടെ പ്രായം പോലും പരിഗണിക്കാതെ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന രീതി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത് അവരവർക്ക് കുഴി തോണ്ടുന്ന രീതിയാണ് എന്നുള്ളത് അവരവർ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അയ്യപ്പ സംഗമം നന്നായിട്ട് നടത്തണം, എല്ലാവരുടെയും പിന്തുണയോടുകൂടി അത് നടത്തണം. ശബരിമല കഴിയുന്നത്ര വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ പാരിസ്ഥിതിക സ്ഥിതിക്ക് മാറ്റമുണ്ടാവാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എൻ്റെ നിലപാട്. ആഗോള അയ്യപ്പ സംഗമം അത് നടത്തണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നിലപാട്. ഒപ്പം തന്നെ ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശബരിമല ആചാരങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതിയെ അറിയിക്കും എന്ന് പറഞ്ഞ ആ വാക്കുകളെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.